ഹായ്, ഹലോ, നമസ്കാരം. ഇടയ്ക്ക് ഇത്തിരി ഗ്യാപ്പ് വന്നിരുന്നു. അതായത് ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇത്തിരി തിരക്കായിപ്പോയി. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് ഇടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ സ്വിംഗ് ട്രേഡ്സ് ഈ ഒരു തിരക്ക് സമയത്ത് ഞാൻ ഇൻട്രാഡേ ഒരല്പം ഒന്ന് മാറ്റി വെച്ചിരുന്നു. കാരണം എനിക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ അങ്ങനെ നോക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മൾ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വിംഗ് ട്രേഡ്സ് ഞാൻ പണ്ട് മുതലേ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അന്നേരം ഇന്നെനിക്ക് ഒരു 10 രൂപ മുടക്കിയാൽ, അതായത് ചെറിയ ക്യാപിറ്റലുള്ളവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്കൊക്കെ പാർട്ട് ടൈമായിട്ട് നമുക്ക് ട്രേഡിങ്ങിനെ സമീപിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ചോദിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? കുറേ പേർക്ക് അങ്ങനെ ഡൗട്ട്സ് ഉണ്ടാവും. അതായത് ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കൊരു എക്സ്ട്രാ വരുമാനം എന്നുള്ള രീതിയിൽ എനിക്ക് ട്രേഡിങ്ങിനെ സമീപിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ട്രേഡിങ്ങിനെ പല രീതിയിൽ നമുക്ക് സമീപിക്കാം. അതായത് നമുക്ക് ട്രേഡിങ്ങിനെ ഫുൾ ടൈം നമ്മുടെ കരിയറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞിട്ട് ആദ്യം അത് ആരും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ആരാണെന്നുണ്ടെങ്കിലും ഒരു ജോലിയോടൊപ്പം, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയിൽ ആണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ജോലിയോടൊപ്പം നമുക്ക് ട്രേഡിങ്ങിനെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ച് ആദ്യകാലങ്ങളിൽ, അതായത് ബിഗിനേഴ്സ് എന്നുള്ള ലെവലിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ബിഗിനേഴ്സിന് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡിങ്ങിനെ ഒരു പാർട്ട് ടൈം ജോബാക്കി, അതായത് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ ജോലി ഉള്ളവർക്കും എങ്ങനെ ഇതിനെ സമീപിക്കാം എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ ഞാൻ ചെറിയ ക്യാപിറ്റൽ, അതായത് ഒരു തുച്ഛമായ ഒരു 10,000 രൂപ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. 5,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. 10,000 രൂപ ഞാനൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു 2 ദിവസം, ഒരു ദിവസം ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു 1,000 രൂപ എനിക്ക് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10% നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റോക്ക് എടുത്താൽ മതിയാകും, അല്ലേ? അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ തന്നെ ഞാനൊരു സ്റ്റോക്ക് എടുത്ത് ഒരു 10,000 രൂപ ഞാൻ അതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കൊരു 1,000 രൂപയോളം അടുപ്പിച്ച് ഒരു 900, 950 ആ റേഞ്ചിലുള്ള ഒരു പ്രോഫിറ്റ് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോയാണ്. നിങ്ങൾക്കതെങ്ങനെ ചെയ്യാൻ സാധിക്കും, 10,000 രൂപ ക്യാപിറ്റലുള്ള ആൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ പുറത്താണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ സേവിങ്സിൽ നിന്ന്, അതായത് നമ്മുടെ സാലറിയിൽ നിന്ന് നമുക്കൊരു 10,000 20,000 ഒക്കെ കിട്ടുന്ന സമയത്ത് സേവ് ചെയ്ത് നമ്മൾ ബാങ്കിൽ ഇടുന്നതിന് പകരം നമുക്കതെങ്ങനെ കൃത്യമായ പ്രോപ്പറായിട്ട് നമുക്കത് വിനിയോഗിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ചെറിയ ചെറിയ ഒരു എക്സ്ട്രാ വരുമാനം, അതായത് നമ്മൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ആ സേവ് ചെയ്തിരിക്കുന്ന പൈസ ഒരിടത്ത് നിക്ഷേപിച്ച് അവിടെ സ്റ്റക്കായി കിടക്കുന്നതിലും നല്ലത് ആ സേവ് ചെയ്തിരിക്കുന്ന പൈസയുടെ ഒരു ചെറിയ പെർസെൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പം മെയിനായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഒരുപാട് പേര് FD, അതായത് ഫിക്സഡ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ ഒരു ഇൻകം വരുന്ന സമയത്ത് നമ്മളത് FD ആയിട്ടൊക്കെ ഇടും, അല്ലേ? ബാങ്കിലൊക്കെ കൊണ്ടുവന്ന് നമ്മളിടും. അപ്പോൾ അതിനകത്തിൽ എത്ര പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? അതായത് ഈ റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോലിക്കാരായിട്ടൊക്കെ ഉള്ള ആൾക്ക് ഒരിത്തിരി ഫണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ സമീപിക്കുന്നത് ഇതിനെ ആയിരിക്കും, ബാങ്കുകളെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തിൽ ട്രേഡിങ്ങിലുള്ള സംശയങ്ങൾ, ട്രേഡിങ് ഗാംബ്ലിംഗ് ആണോ എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകൾ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇൻട്രാഡേ മീൻസ് ഡെയിലി സ്റ്റോക്കുകൾ വാങ്ങി ഡെയിലി തന്നെ വിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം സേഫായിട്ട്. നമുക്കൊരു 2% ഒരു മന്ത്ലി അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഫിക്സഡ് ഇട്ട് കിട്ടുന്നത് 7% പെർ ഇയർലി, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 8% മാക്സിമം അത്രേ കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു മന്ത്ലി നിങ്ങളുടെ ആ ഒരു സേവിങ്സ് എമൗണ്ട് കൊണ്ടിട്ട് ഒരു 2% മന്ത്ലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 12 മാസം 24% അല്ലേ? 24% ആണ് നിങ്ങളുടെ റിട്ടേൺ. അതായത് 7% നിങ്ങൾക്ക് ഫിക്സഡ് ഇട്ട് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടിയാണ് നിങ്ങൾ സേഫായിട്ട്, അതായത് വെറും തുച്ഛമായ 2% നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24% ആണ് പെർ ഇയർലി റിട്ടേൺ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അത് തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കി. 7,000 എന്ന് പറയുന്നതിൻ്റെ 3 മടങ്ങ് എമൗണ്ടാണ് 24,000 എന്ന് പറയുന്നത്,
അല്ലേ? അപ്പം ആ 24,000 എന്ന് പറയുന്നത്, അതായത് 24% എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 24% എത്രത്തോളം വലുതായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ സേഫായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു ട്രേഡ്സിൽ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് 10%ഓളം അടുപ്പിച്ചാണ്. അതായത് എൻ്റെ 10,000 രൂപയുടെ 10%ഓളം അടുപ്പിച്ചാണ് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേണ്ട 2% നിങ്ങൾ അച്ചീവ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത്രയും വരുമാനം, അതായത് ഫിക്സഡ് ഇട്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ, സേവിങ്സിൻ്റെ, പ്രോഫിറ്റിൻ്റെ 3%, 3 ഇരട്ടി ലാഭം നിങ്ങൾ വെറും 2%, അതായത് ഞാൻ 10% ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2% നിങ്ങൾ എടുത്താൽ മതിയാവും. ആ 2% എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫിക്സഡ് ഇടുന്നതിൻ്റെ 3 ഇരട്ടി ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും സേഫായിട്ട്, വളരെ സേഫായിട്ട്. നമ്മുടെ ജോലി മാറ്റി വയ്ക്കേണ്ട, നമുക്ക് പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും, ഇപ്പം നമ്മുടെ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ടിട്ട് നിങ്ങൾ ഇതിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ സമീപിക്കുക. വലിയ എമൗണ്ടുകളിട്ട് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ എമൗണ്ടുകളിട്ട് സ്വിംഗ് ട്രേഡിങ് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. നമുക്ക് നേരെ അപ്പോൾ എൻ്റെ ആ ഒരു ചാർട്ടിലേക്ക് പോകാം. ഇവിടെ എൻ്റെ ധന്നിൻ്റെ പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ പേരുണ്ട്, വിഷ്ണു എന്നുള്ള പേരുണ്ട്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 955 രൂപ ബ്രോക്കറേജ്, അതായത് 23 രൂപ ഞാൻ ബ്രോക്കറേജും കഴിഞ്ഞ് എൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് എനിക്ക് 931 രൂപയോളം എനിക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഉണ്ട്. 12-ാം തീയതിയാണ് ഞാനത് സെല്ല് ചെയ്ത്. പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിലായിരുന്നു ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്ത്. 16 ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്തത്. എനിക്ക് 10,527 രൂപ വേണ്ടി വന്നു ഇത്രയും 16 സ്റ്റോക്കുകൾ എടുക്കാൻ. ഞാൻ 10 രൂപയാണ് 10,500 ഇതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിലൂടെയാണ് എനിക്ക് 931 രൂപ പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, അതായത് 10%ഓളം അടുപ്പിച്ച് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ചാർട്ടിലേക്കൊന്ന് പോയി കാണിക്കാം ഞാൻ എങ്ങനെയാണ് അത് എടുത്തത് എന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ചാർട്ടാണിത്. ഞാൻ ഡെയിലി ചാർട്ടിൽ ഇട്ടിട്ടാണ് സ്വിങ്ങുകൾ എടുക്കുന്നത്. ഓക്കെ, എനിക്ക് കുറഞ്ഞത് 3 കൺഫർമേഷനെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാനൊരു ട്രേഡ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കൺഫർമേഷനായിട്ട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ക്യാൻഡിലാണ് കേട്ടോ. ഡേ ക്യാൻഡിലിൻ്റെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, കാണുന്നുണ്ടോ? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിനെ 7-ാം തീയതിയത്തെ ഡേ ക്യാൻഡിൽ നല്ല ഹൈ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ലൊരു ക്ലോസിങ് മുകളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ സെക്കൻഡ് നോക്കിയത് ഇത് കണ്ടില്ലേ, ഏറ്റവും ഹൈയിൽ നിന്ന് താഴേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഇതിനോടൊപ്പം തന്നെയാണ് കിട്ടിയേക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ എനിക്കിവിടെ 2 കൺഫർമേഷൻ കിട്ടി. പക്ഷേ ഇതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആണോ എന്നറിയാനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വോളിയത്തിനെ നമുക്ക് നമ്മുടെ ഹെൽപ്പിനായിട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിവറ്റ് പോയിൻറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇവിടെ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൽ നല്ല വോളിയം ഉണ്ട് അല്ലേ, കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ നല്ല വോളിയം ഉണ്ട് അല്ലേ, ഈ ഒരു ക്യാൻഡിൽ നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു വോളിയത്തോടു കൂടി നടക്കുന്ന ഒരു ബ്രേക്കൗട്ടാണ്. അപ്പോൾ ഈ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്തത്. എനിക്ക് കുറഞ്ഞത് സ്വിംഗ് ട്രേഡ്സിൽ 3 കൺഫർമേഷൻസ് എന്തായാലും മസ്റ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് SLും കീപ്പ് ചെയ്യും. കാരണം എനിക്ക് എൻട്രി വരുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ ഈ ഒരു 0.5% കൂടെ ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്യും കേട്ടോ, എൻട്രി ഇടാനെ കൊണ്ട്. ഇതിൻ്റെ ഹൈ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ക്യാൻഡിലിൻ്റെ ഹൈ 598.20 ആ ക്യാൻഡിലിൻ്റെ ഹൈ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ 598.20 ആണെന്നുണ്ടെങ്കിൽ ഞാൻ 0.5 കൂടെ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടായിരിക്കും എൻട്രി ഇടുന്നത്. അപ്പോൾ 598.25 ഞാൻ എൻട്രി ഇടുന്നത്. ഓക്കെ, എനിക്ക് 3% അല്ലെങ്കിൽ 5% ആയിരിക്കും എൻ്റെ SL വരുന്നത്. മാക്സിമം ഞാൻ 3% ഒതുക്കാൻ നോക്കും. മാക്സിമം അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ 5% വരെ ഞാൻ ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് നോക്കിയേ 2 ദിവസം കൊണ്ട് എൻ്റെ 10% ടാർഗറ്റ് അച്ചീവായി കണ്ടോ. ഇപ്പോൾ അതിലൊക്കെ മുകളിലോട്ട് പോയി. ഇപ്പോൾ നമുക്കൊരു 12%ഓളം കിട്ടി. പക്ഷേ അതെന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ്. 10%-നടുത്ത് അതിനാണ് ഞാൻ ഈ പിവട്ടും കൂടെ യൂസ് ചെയ്യുന്നത്. പിവട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു
പഴയ പിവറ്റിനെയാണ് ഇവിടെ ഒരു 10% എബോവ് ആയത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു പഴയ പിവറ്റിനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ അന്നേരം ഇവിടെയാണ് ഞാൻ ഇറങ്ങിയത്, ഇവിടെ ആയിട്ട് ഞാൻ ഇറങ്ങി. ഓക്കെ, ഇപ്പം കറക്റ്റ് ആ പിവറ്റിൽ വന്നിട്ട് അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനൊരു 10% എടുത്ത് ഞാൻ ഇറങ്ങി. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം ഏതൊരാളെ കൊണ്ട് നമുക്ക് സ്വിംഗ് ട്രേഡിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു പോട്ടെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, തലേ ദിവസം മാറ്റിവെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പല ബ്രോക്കറിനകത്തിലും GTT ഓർഡറുകളൊക്കെ ലഭ്യമാണ് അല്ലേ. നമുക്ക് തലേ ദിവസം തന്നെ എൻട്രി ഇട്ട് വയ്ക്കാവുന്നതാണ്. ആ എൻട്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ജസ്റ്റ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി അത് എൻട്രി ട്രിഗർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എൻട്രി ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വയ്ക്കുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതും GTT ഓർഡറിൽ തന്നെ വയ്ക്കാൻ പറ്റുന്നതാണ്. GTT ഓർഡറുകളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ട്രേഡ്സ്. ഒരു 2 ദിവസം കൊണ്ടിട്ടാണ്. പോട്ടെ, നമുക്കിപ്പോൾ ഒരു വരുമാനമുള്ള ഒരാളാണെന്ന് വെച്ചോ, ഞാനിപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാനിപ്പം പുറത്തെവിടെയെങ്കിലും കൺട്രീസിലാണ് ആണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ആ ഒരു സാലറി നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഓർഡർ ഇട്ട് എനിക്ക് സ്വിംഗ് ട്രേഡ്സിനതിൽ ഒരു 10,000 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒരു 2 ദിവസം കൊണ്ട് ഒരു 1000 രൂപ കിട്ടുന്നത് വെറുതെയാണോ? അല്ലല്ലോ, നമ്മുടെ ഒരു എക്സ്ട്രാ ഇൻകമാണ് അല്ലേ. അപ്പോൾ ഒരു 500 രൂപ കിട്ടിയാലും പോട്ടെ, ഒരു 200 രൂപ കിട്ടിയാലും അതൊരു എക്സ്ട്രാ ഇൻകം തന്നെയല്ലേ നമ്മുടെ ചിലവുകളുടെ കൂടെ. അതൊരു ഹെൽപ്പ്, ഭയങ്കര ഒരു ഹെൽപ്പാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ഇതിനെ എന്തായാലും ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുക. എനിക്കിതേ ഉള്ളൂ പറയാനുള്ള. ഇത് മസ്റ്റായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതിൻ്റെ പ്രയോജനങ്ങൾ പിന്നെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതിനെ പ്രോപ്പർ ചാനലിലൂടെ കൊണ്ടുപോയില്ല. പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നല്ല ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് റിസ്കിനെ കുറച്ചുകൊണ്ട് നമുക്ക് സ്വിംഗ് ട്രേഡ്സിൽ, അതായത് 1-2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് നല്ലൊരു റിട്ടേൺ, നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതി നമ്മുടെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. 8075061699. സ്വിംഗ് ട്രേഡ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഒരു ഇൻകമാണ്. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം ആരും ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണ്ട, ഡെയിലിയുള്ള ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണ്ട. നിങ്ങളുടെ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാൻ വേറെ സ്വിംഗ് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. എക്സൈഡ്, ഗുജറാത്ത്, നാച്ചോ ഫാർമ എന്നുള്ള 3 ട്രേഡ്സ്, 3 സ്റ്റോക്കിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു 1400 രൂപ പ്രോഫിറ്റിലാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ഇത്രയും കൂടെ ടാർഗറ്റ് ഞാൻ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ടാർഗറ്റ് ആയിട്ട് ഞാനത് എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണിത്. അതുകൊണ്ടിട്ട് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. ബൈ.